ഈ സെൻട്രലിലെ സ്വിച്ച് ഒരൊച്ച കിട്ടില്ലേ, അത് തന്നെ. ആ ഒച്ച കിട്ടി കഴിയുമ്പോഴത്തേന് പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ നോക്കി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. ഹലോ കൂട്ടുകാരെ, ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അറിയുന്നവർക്ക് സ്കിപ്പ് അടിക്കാം. ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ പലർക്കും ഇതറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉണ്ടോ, നമുക്കിങ്ങനെ ഇൻഡിക്കേഷൻ ഇതുപോലെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രീസറിൻ്റെ അകത്ത് ഐസൊക്കെ അട്ട പിടിച്ചിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ലോ കൂളിംഗ്, ഹൈ കൂളിംഗ്, അത് നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇത് ലോ കൂളിങ്ങിലേക്ക് ആക്കുക. അതിപ്പോൾ ലോ കൂളിംഗ് കൊണ്ടുവന്ന് വയ്ക്കുക. കാണാമെന്ന് അറിയില്ലാണ്ട് ഞെങ്ങിരിക്കണ്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ അത് മുകളിൽ കണ്ടോ മീഡിയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഉണ്ടോ, അങ്ങനെ കൊണ്ടുവയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് രണ്ടാമത് റിലീസ് ചെയ്യണമല്ലോ. മീഡിയത്തിൽ, ഹൈലോ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ വയ്ക്കാം. നമുക്കിത് റിലീസ് ചെയ്യാനായിട്ട് നേരെ ആക്കിയിട്ട് വന്നിട്ട് ഈ ഓഫ് എന്ന് പറഞ്ഞ് കിടക്കണില്ലേ, ഓഫിലേക്ക് ശരിക്കും തിരിക്കുക കേട്ടോ. അപ്പോൾ ബട്ടൺ തള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ റിലീസായി. ഫ്രിഡ്ജിൻ്റെ അകത്തായതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലറായിട്ട് വന്നത് കണ്ടോ. എന്നിട്ട് അത് പഴയ പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് സാധാരണ പോലെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ടിപ്പ്. അറിയാത്തവർക്ക് നല്ല ഉപകാരമായിരിക്കും എന്ന് പ്രതീക്ഷയിൽ നിർത്തുന്നു. ഓക്കെ, അല്ലാതെ ഒരിക്കലും കത്തി ഒന്നെടുത്ത് വെറുതെ ഫ്രീസറിൽ കുത്തി നശിപ്പിക്കരുത്. ഓക്കെ, ബൈ.